നമസ്കാരം. കേരളത്തിൽ 5 MLA-മാരെ ഉൾപ്പെടെ കളത്തിലിറക്കി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് CPM. LDF-ലെ പ്രതിഷേധങ്ങളെ ശമിപ്പിച്ച് CPM-ഉം CPI-യും മാത്രം സീറ്റുകൾ പങ്കിട്ടെടുക്കുകയാണ് ഉണ്ടായത്. മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തിയ ഇടതുമുന്നണി പ്രചാരണ പരിപാടികളിലേക്ക് പോലും കടന്നുകഴിഞ്ഞു. എന്നാൽ മറുവശത്ത് UDF-ലെ കാര്യങ്ങൾ അത്രയ്ക്ക് നല്ല നിലയിലല്ല. മുന്നണിയിലെ സീറ്റ് തർക്കങ്ങൾ പോലും പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യവും കേരള കോൺഗ്രസിന്റെ 2ാം സീറ്റ് ആവശ്യവും തർക്ക വിഷയമായി നിലനിൽക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുനഃപരിശോധനയ്ക്കും കളമൊരുങ്ങുന്നുണ്ട്. നിലവിലെ MP-മാർക്ക് വീണ്ടും സീറ്റ് നൽകാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ എന്നിവർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യവും കേരള കോൺഗ്രസിന്റെ 2ാം സീറ്റ് ആവശ്യവും തർക്കവിഷയമായി നിലനിൽക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പുനഃപരിശോധനയ്ക്കും കളമൊരുങ്ങുന്നുണ്ട്. നിലവിലെ MP-മാർക്ക് വീണ്ടും സീറ്റ് നൽകാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KC വേണുഗോപാൽ എന്നിവർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇരുവരുടെയും കാര്യത്തിൽ ഹൈക്കമാൻഡ് തന്നെയാകും തീരുമാനം കൈക്കൊള്ളുക. ഇവർ രണ്ടുപേർ മത്സരിക്കാതെ മാറി നിന്നാൽ ഈ സീറ്റുകളിലെ വിജയസാധ്യത കുറവാണ്. P. ജയരാജനെ വടകരയിൽ ഇറക്കാൻ CPM തീരുമാനിച്ചതോടുകൂടി കരുത്തനായ സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ്. മുല്ലപ്പള്ളിക്ക് പകരം ആളെ ചിന്തിക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല. ആരിഫിനെ ആലപ്പുഴയിൽ രംഗത്തിറക്കിയ CPM അട്ടിമറിയാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ KC വേണുഗോപാൽ മത്സരിച്ചില്ല എങ്കിൽ മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. തർക്കങ്ങളെല്ലാം തീർത്ത് അടുത്ത ആഴ്ചയെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് തീരുമാനം. ശനിയാഴ്ച മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ചർച്ച ചെയ്ത് സംസ്ഥാനത്തു നിന്നുള്ള പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. തുടർന്ന് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ചേരുന്നതാണ്. ഇതിലായിരിക്കും സ്ഥാനാർത്ഥി അന്തിമ തീരുമാനം ഉണ്ടാകുക. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. ഇതനുസരിച്ച് പട്ടികയിൽ മാറ്റം വരാം. ഉമ്മൻചാണ്ടി കോട്ടയത്തോ ഇടുക്കിയിലോ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. വ്യക്തിപരമായി താല്പര്യമില്ല എങ്കിലും മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് ഉയർന്നാൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരും. ഇടുക്കിയാണ് കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റ്. ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാനാണെങ്കിൽ ഇടുക്കിയുമായി കോട്ടയം വെച്ചു മാറാൻ കേരള കോൺഗ്രസ് തയ്യാറാകും എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വടകരയിൽ P. ജയരാജൻ CPM സ്ഥാനാർത്ഥിയാകുന്നതോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം ഉയരുന്നുണ്ട്. KC വേണുഗോപാൽ സംഘടനാ തലത്തിൽ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നതാണ്. ഇതു സംബന്ധിച്ച തീരുമാനം ഹൈക്കമാൻഡിന്റേതാകുന്നത്. 9 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സിറ്റിംഗ് MP-മാരുടെ കാര്യത്തിൽ സ്ഥാനത്തുനിന്ന് പാനൽ വേണ്ടെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നു. സിറ്റിംഗ് സീറ്റുകൾ തിരുവനന്തപുരം ശശി തരൂർ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ KC വേണുഗോപാൽ, പത്തനംതിട്ട ആന്റണി, എറണാകുളം KV തോമസ്, വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കോഴിക്കോട് MK രാഘവൻ എന്നിവർക്ക് പകരമായി സംസ്ഥാന നേതൃത്വം വേറെ പേര് നിർദ്ദേശിക്കുന്നില്ല. സംസ്ഥാനത്ത് ഹൈക്കമാൻഡ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സിറ്റിംഗ് MP-മാരിൽ ചിലരെയെങ്കിലും മാറ്റി പരീക്ഷിച്ചുകൂടെന്നുമില്ല. ഹൈക്കമാൻഡ് സിറ്റിംഗ് MP-മാരെ ആരെയെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ പകരം പേരുകൾ അപ്പോൾ നിർദ്ദേശിക്കാം എന്നാണ് ധാരണ. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ പേരാണ് സജീവമായി ഉയരുന്നത്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിക്കൊപ്പം ജോസഫ് വാഴക്കൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ പേരും ഉയരുന്നുണ്ട്. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാന് തന്നെയാണ് മുൻതൂക്കം. തൃശൂരിൽ TN പ്രതാപന്റെ പേര് ഉയർന്നു കേൾക്കുന്നു. ഇവിടെ VM സുധീരനെയും രംഗത്തിറക്കാൻ നീക്കമുണ്ട്. ആലത്തൂർ 3 പേരുകൾ ഉയരുന്നുണ്ട്. സുനിൽ ലാലൂർ, ശ്രീലാൽ ശ്രീധർ എന്നിവരാണ് ഇവർ. പാലക്കാട് മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യത്തിൽ VK ശ്രീകണ്ഠന്റെ പേരിനാണ് മുൻതൂക്കം. എന്നാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ഷാഫിയെയോ ബൽറാമിനെയോ മത്സരിപ്പിക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വയനാട് മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാൻ ഉറപ്പിച്ച അവസ്ഥയിലാണ്. വടകരയിൽ മുല്ലപ്പള്ളി ഇല്ലെങ്കിൽ T. സിദ്ദിഖിനാണ് സാധ്യത. കണ്ണൂരിൽ K. സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പായിരിക്കുന്നു. കാസർഗോഡ് സുബ്ബരായ്ക്കാണ് മുൻഗണന.